ഈ വർഷങ്ങളോളം നീണ്ട ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ മിക്കവർക്കും സങ്കടമൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണല്ലേ. പക്ഷെ ഔദ്യോഗിക ജീവിതത്തിലെ വിരമിക്കൽ ഡാൻസ് കളിച്ച് സ്വീകരിക്കുന്ന ഒരു അധ്യാപകനെ കുറിച്ച് അറിഞ്ഞാലോ? കൊല്ലം ചിതറ SN ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായ KP സാബുവിന്റെ യാത്രയയപ്പ് വിശേഷങ്ങൾ ആദ്യം ഒന്ന് കാണാം. കണ്ണൻ നായരാണ് നമ്മുടെ കൂടെയുള്ളത്. കണ്ണൻ, സാധാരണ രീതിയിൽ ഈ യാത്രയയപ്പ് ചടങ്ങൊക്കെ നടത്തുമെന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാകും, എന്തെങ്കിലും കാര്യപരിപാടികളൊക്കെ നടത്തും. അപ്പോൾ ആരെയാണോ യാത്ര അയക്കുന്നത് വരും, മൈക്കിന് മുന്നിൽ നിന്ന് പ്രസംഗിക്കും, ചിലപ്പോൾ സങ്കടമായിരിക്കും, സന്തോഷമായിരിക്കും, തമാശയൊക്കെ പറയും, പിരിയും എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇന്നല്ലെങ്കിൽ പിന്നെ എന്ന് എൻ്റെ കുട്ടികളോടൊപ്പം എനിക്കൊന്ന് ഡാൻസ് കളിക്കണ്ടേ, അങ്ങനെയല്ലേ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് പുള്ളിയും കൂടെ അങ്ങ് ഇറങ്ങുകയാണ്. എൻ്റെ മനസ്സിൽ വരുന്നത് അടിപൊളി പ്രിൻസിപ്പിളും ആയിരുന്നായിരിക്കും ഇത്രയും കാലം ഈ കുട്ടികൾക്കും. മിക്കപ്പോഴും നമ്മുടെ വീടുകളിലേക്കാൾ കൂടുതൽ സമയങ്ങൾ ചിലവഴിക്കുക നമ്മുടെ ഓഫീസുകളിലായിരിക്കും. അങ്ങനെ ഓഫീസുകൾ ചിലവഴിച്ച് അവസാനം ഒരു വിരമിക്കൽ ദിവസത്തിലേക്ക് എത്തുന്ന സമയത്തും വലിയ രീതിയിൽ വിഷമം ഉണ്ടാകും. കാര്യം പിന്നീട് ആ ലോകത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്, വലിയ വിഷമം ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത് വിഷമം ഉള്ളിൽ ഒതുക്കുന്ന ആൾക്കാരുണ്ടാകാം, കരയുന്ന ആൾക്കാരുണ്ടാകാം. അത്തരത്തിലുള്ള വ്യത്യസ്തരായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. KP സാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരും. കൊല്ലം ചിതറയിലെ SN ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ഒരു വർഷം മുമ്പാണ് അദ്ദേഹം പ്രിൻസിപ്പളായി ഇവിടേക്ക് വന്നത്. അതിനു മുമ്പ് അദ്ദേഹം അടിമാലിയിലായിരുന്നു, അവിടെ 6 വർഷത്തോളം പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം വന്ന ശേഷം ഇങ്ങോട്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സ്കൂളിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുകയും കുട്ടികളെ വളരെ സ്നേഹത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു സ്വന്തം മക്കളെ പോലെ കാണുക, അല്ലെങ്കിൽ കൂട്ടുകാരെ പോലെ കാണുന്ന ഒരു അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ ചടങ്ങാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടത്തിയത്. ആ സ്കൂളിൽ നടത്തിയ സമയത്ത് മന്ത്രി J. ചിഞ്ചുറാണി അടക്കമുള്ള ആൾക്കാർ അവിടെ എത്തി അദ്ദേഹത്തിന് ആശംസകളൊക്കെ തന്നെ നേർന്നു. സ്കൂളിലെ കുറേയേറെ പരിപാടികൾ, വോളിബോൾ കോർട്ടിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ചില ഉദ്ഘാടനങ്ങളൊക്കെ തന്നെ 5 ഉദ്ഘാടനങ്ങൾ കൂടി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അവിടെ. അതിനുശേഷം ഈ ചോറൊക്കെ കൊണ്ടുന്നതിന് മുമ്പ് ഒരു പാട്ടൊക്കെ പാടി ഒരു യാത്രയയപ്പ് ആഘോഷം വലിയ സന്തോഷത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തി. പെട്ടെന്ന് കുട്ടികളൊക്കെ ചേർന്ന് ഡാൻസ് കളിച്ചു, പാട്ടിട്ടു. നമ്മൾ സാധാരണ ഗാനമേളയിൽ അവസാനം കലാശക്കൊട്ട് എന്നുള്ള രീതിയിൽ പാട്ടിടത്തില്ലേ, അതിന് സമാനമായ രീതിയിൽ പാട്ടിട്ടു. അധ്യാപകൻ ആദ്യ സൈഡിൽ നിൽക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ എനർജി ലെവലങ്ങ് മാറി വളരെ പോസിറ്റീവായി വന്ന് കുട്ടികളുടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്ന, ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരു അധ്യാപകൻ. അത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാര്യം പല സമയങ്ങളിലും അധ്യാപകൻ ഒക്കെ തന്നെ റിട്ടയർ ആവുന്ന സമയങ്ങളിൽ വലിയ കണ്ണീരോടുകൂടി മടങ്ങി പോകുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാര്യം പല സമയങ്ങളിലും റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ അധ്യാപകർ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് കണ്ണ് നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ന് കണ്ണീരല്ല, അത് സന്തോഷത്തോടു കൂടി പോവുകയാണ്. ഇത്രയും കാലം കുഞ്ഞുങ്ങളെ വലിയ രീതിയിൽ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ സാധിച്ചു. അവർക്ക് നല്ല ശോഭനമായ ഭാവി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ തനിക്ക് മനസ്സിനൊരു സംതൃപ്തിയോടുകൂടിയാണ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്നതെന്ന് പറയുക കൂടിയാണ്. അല്ലെങ്കിൽ അത് ഡാൻസ് കളിച്ച് ആ ലോകത്തെ കാട്ടിക്കൊടുക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്തത്. എന്തായാലും വലിയ ഒരു പിന്തുണയും അല്ലെങ്കിൽ ഒരു ആശംസകളും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ രീതിയിൽ ആ വിഷ്വൽസ്, ആ ദൃശ്യങ്ങൾ വൈറലായിട്ടുണ്ട്. ഡാൻസ് കളിക്കുന്ന ഇംഗ്ലീഷ് അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ അത് വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. പക്ഷേ ഡാൻസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കലാപരമായി ഒന്നും പഠിക്കാത്ത ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഇങ്ങനെ കുട്ടികൾക്കൊപ്പം തന്നെ തുള്ളിച്ചാടുന്ന എന്തെങ്കിലും ഒരു കാര്യം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പാട്ടും ഡാൻസും ഒക്കെ പഠിക്കണോ എന്നൊന്നും ഇല്ലല്ലോ. എന്തായാലും റിട്ടയർമെന്റ് ലൈഫും അടിപൊളി ആയിരിക്കട്ടെ എന്നുകൂടി മാഷിന് ആശംസിക്കുകയാണ്.